അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നലത്തെ ഡിസിഷൻ സരക്കൊരു ഡിസിഷൻ ലൈവിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അനൗൺസ്മെന്റിന്റെ കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻലി ഇന്ന് ലൈവ് വന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, കഴിഞ്ഞ ദിവസം നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സരക്ക് പെട്ടെന്ന് വന്ന് ടി വിയെ സ്വർഗരാജ്യത്തിൽ നിന്ന് ഡിസ്മാൻഡിൽ ആക്കിയെന്ന് പറഞ്ഞു. ഈവൻ അത് എന്നോട് പോലും ചോദിക്കാതെയാണ് സരക്ക് അങ്ങനെ ഒരു ഡിസിഷൻ പറഞ്ഞത്. അപ്പോൾ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് സരക്ക് എന്നോട് പോലും പറയാതെ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് അവനുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ബട്ട് സ്റ്റിൽ ഞാൻ ലൈവിലുണ്ടായിരുന്ന സമയത്ത് അവൻ അങ്ങനെ ഒരു ഡിസിഷൻ വന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ സ്വർഗരാജ്യത്തിൽ അഡ്മിൻസിനോടും പോയിട്ട് പറഞ്ഞു ടി വിയെ ഡിസ്മാൻഡിൽ ചെയ്യുവാണെന്ന്. സോ എനിക്ക് അതിന് എതിർത്ത് പറയാൻ പറ്റത്തില്ല. കാരണം പലവട്ടം ലൈവിൽ ഞാനാണേലും പറഞ്ഞിട്ടുണ്ട്, സരക്കിൻ്റെ മോഡ്സ് ആണ് ആ സെർവറിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ സരക്കാണ് സരക്കിൻ്റെ മോഡറേറ്റേഴ്സ്, സരക്ക് അങ്ങനെ ആ പേര് നമ്മൾ എപ്പോഴും പറയുമായിരുന്നു. അപ്പം നമുക്കെതിരെയുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ കുറേ പേര് അവന് പേഴ്സണലി ഇൻബോക്സിൽ മെസ്സേജ് അയക്കുകയും അതുപോലെ ചാറ്റിലും എല്ലാം വന്നിട്ട് സരക്കിൻ്റെ മോഡ്സ് ഉള്ള സെർവർ അവിടെ അതാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഐഡൻറ്റിറ്റി ആക്കിയത്. അതുപോലെ തന്നെ അതിപ്പോൾ ഞാൻ പറയുമ്പോഴും അത് അവന് ഫീൽ ബാഡ് ആയിട്ടുണ്ട്. അതിന് ഞാൻ ലൈവിൽ സോറി പറയണം. മെയിൻലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പക്ഷേ ആ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ സരക്കിനോടുള്ള എൻ്റെ കൺസിഡറേഷൻ കൊണ്ടാണ് ഞാൻ ആ സെർവറിൽ നിൽക്കുന്നതെന്ന് തന്നെയാണ് ഞാൻ പറയണത്. അല്ലാതെ അഡ്മിൻസിൻ്റെ അടുത്ത് എനിക്ക് വലിയ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരില്ല. പക്ഷേ സ്വർഗരാജ്യത്തിലെ അഡ്മിൻസ് ആയിട്ടുള്ള, അതായത് പ്രജീഷ് ബ്രോയുടെ ഇതൊക്കെ ചോദിച്ചാൽ പേഴ്സണലി ഇൻബോക്സിൽ ഒരുപാട് വട്ടം ഈ സെർവർ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുപാട് സജഷൻസ് ഞാൻ പറഞ്ഞിട്ടുള്ള ആളാണ്. അല്ലെന്ന് പുള്ളി പറഞ്ഞാൽ എനിക്ക് കൊള്ളാം. പുള്ളിയോട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ സെർവറിനെ പറ്റി ഇത് നന്നാക്കാനുമുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മറ്റേ KV ആയിട്ടുള്ള ഇഷ്യൂവിന് ശേഷം എല്ലാവരും RP ഒക്കെ നിർത്തി. കൺസിഡറേഷൻ മീനിങ്ങോ ബ്രോ? സരക്കിനോടുള്ള കൺസേൺ, അതായത് ഇത്രയും നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ നമ്മുടെ കൂടെ ഉള്ള ആളെന്ന് പറയുമ്പോൾ എനിക്ക് അവനോട് കൺസേൺ ഇല്ലാണ്ടിരിക്കുമോ? എൻ്റെ കൂടെ എൻ്റെ ഫാമിലിയിലുള്ള ഒരാളെന്ന് പറയുമ്പോൾ എനിക്ക് അവനോട് അത്രയ്ക്ക് കൺസേൺ ഉണ്ട്. ഞാൻ ഇതിനകത്തുനിന്ന് ഗ്യാപ്പ് എടുത്തിരുന്ന സമയത്ത് സരക്കും അവരെല്ലാവരും കളിച്ചുകൊണ്ടിരുന്ന സെർവറാണ്. അപ്പോൾ അതുപോലെ അവൻ്റെ മോഡറേറ്റേഴ്സും എല്ലാവരും അതിനകത്ത് ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് വേറൊരു രീതിയിൽ കുറേ ആൾക്കാർ കൺവേർട്ട് ചെയ്ത് ഇതാക്കി. അതപ്പോൾ അവനും ഫീൽ ബാഡ് ആയിട്ടുണ്ട്, മനസ്സിലായോ? അത് എനിക്ക് ഭയങ്കര ഷോക്കായി. അപ്പോൾ എനിക്ക് അതിനൊരു സോറി പറയണമെന്ന് തോന്നി. ആൻഡ് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ KVയുടെ കൂടെയുള്ള ആ ഒരു ഇഷ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ട് ഹലോ എന്ത് പരിപാടി? ബാബു, ഞാൻ സിറ്റിയുടെ അനൗൺസ്മെന്റ് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാന്ന് വിചാരിച്ചേ. അപ്പോ കുറെ പേര് ഈ പറയണതുപോലെ ഇത് ഭയങ്കര നെഗറ്റീവായിട്ട് എടുത്ത്, ഒന്നാമതെ അതിൽ നിന്നൊക്കെ എല്ലാവരും ഒന്ന് റിക്കവർ ആയി RP ഒക്കെ സെറ്റാക്കിക്കൊണ്ട് തിരിച്ചു വന്നുകൊണ്ടിരുന്നപ്പോഴാണ് വീണ്ടും ഇങ്ങനൊരു സംഭവം നടന്നത്. അതുകൊണ്ട് വീണ്ടും മൈൻഡ് ഫക്ക് ആയിക്കൊണ്ടേ ഇരിക്കുമോ ഇത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഞാൻ പറയാൻ പോണ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, അത് നിങ്ങൾക്ക് മെയിൻലി ചിലപ്പോൾ കുറച്ച് നെഗറ്റീവായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ അതിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ടെന്ന് ആലോചിച്ചാലും മതി. സോ മെയിൻലി ഉള്ളൊരു സീനെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇപ്പം സരക്കാണെങ്കിൽ ഇന്നലെ ചെന്ന് അനൗൺസ്മെൻറ്റ് ഇട്ടപ്പോൾ, അതായത് അനൗൺസ്മെൻറ്റ് ഇട്ട സമയത്ത് അതിനകത്ത് ചാറ്റിൽ കുറേ പേര് വന്നിട്ട് എന്തോ ഇമോജിയൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇമോജിയൊക്കെ റിയാക്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് പൊക്കോ, അങ്ങനെ കുറേ റിപ്ലൈ, അങ്ങനെ കുറേ കാര്യങ്ങളും എല്ലാം ആയിട്ട് കുറേ അവിടുത്തെ സിറ്റിയിൽ കളിക്കുന്ന കുറേ ഗ്യാങ്സും എല്ലാവരും അതിനോട് മറ്റേ ചിരിക്കുകയും അങ്ങനെ റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ തൊലിച്ചവന്മാരെ എല്ലാം ഈ സിറ്റിയിൽ നിന്ന് അടിക്കാതെ നമ്മൾ ഇവിടുന്ന് പോകുന്നില്ല, നമ്മൾ നിർത്തുന്നുമില്ല, മനസ്സിലായോ? ഇന്നലെ അവിടെ തൊലിച്ചവന്മാരെ ഓരോന്നോരോണത്തിനെ അടിച്ച് കണ്ടന്റ് വിട്ട് അവൻ്റെയൊക്കെ വായി കൊടുത്തിട്ടേ പോകുന്നുള്ളൂ. നമ്മൾ എങ്ങും പോകുന്നില്ല, സ്വർഗരാജ്യത്തിൽ തന്നെ കളിക്കണം, ഒരു മാറ്റവും ഇല്ല അതിന്, കേട്ടാ? അപ്പോൾ VCയിൽ ഇരുന്ന് കുറച്ചും കൂടി ഇമോജീസ് ഒക്കെ ഇട്ട് ഇങ്ങനെ അങ്ങ് തകർക്കണം, നമ്മളങ്ങനെ നിർത്തണില്ല. അവൻ മൈൻഡ് ഫക്ക് ആയിട്ട് എടുത്തൊരു ഡിസിഷനാണ് അത്, സത്യം പറഞ്ഞു. അവൻ മൈൻഡ് ഫക്ക് ആയിട്ട് എല്ലാവരും കൂടെ പെട്ടെന്ന് ചാറ്റിലും എല്ലാവരും എല്ലാം പറഞ്ഞപ്പം ഇതാക്കിയ ഒരു ഡിസിഷനാണ്. ആസ് എ ഒരു ലീഡർ എനിക്ക് അത് ഒരു പ്രശ്നവുമില്ല. അത് അവൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഈവൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വരെ അവന് ഹേർട്ടായിട്ടുണ്ട്. കാരണം ലൈവിൽ അവൻ്റെ പേര് വെച്ചിട്ട് അവൻ്റെ മോഡ്സ് അല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഒബ്വിയസ്ലി അത് കറങ്ങി തിരിഞ്ഞ് അവൻ്റെ തലയിലേ തീരത്തുള്ളൂ. അത് എൻ്റെ സൈഡിൽ നിന്ന് വന്നൊരു തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ള ബോധമുണ്ട്, തെറ്റ് പറ്റി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഇതുമുണ്ട്. അതുകൊണ്ട് ഒരു ഇതുമില്ല. ഇപ്പം എങ്ങനെയാണ് കളിക്കുന്നത് അതുപോലെ തന്നെ കളിക്കും. ഗ്യാങ് RP തന്നെ കളിക്കുന്നുള്ളൂ. ഒരു RP ഒരു ഗ്യാപ്പ് എടുക്കുന്നില്ല, ഒരു കുന്തം എടുക്കുന്നില്ല.
ഇങ്ങനെ തന്നെ കളിക്കുന്നുള്ളൂ. RP കളിക്കും. നാളെ തൊട്ട് എല്ലാവരും സ്വർഗരാജ്യത്തിൽ തന്നെ കയറുകയും ചെയ്യും. അതാണ് ടി വിയുടെ അപ്ഡേറ്റ്.